ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജ ഈ വരുന്ന ജൂൺ 8-ാം തീയതി ഞായറാഴ്ചയാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സൗഖ്യവും അഭീഷ്ടസിദ്ധിയും പ്രദാനം ചെയ്യുന്ന പൂജയാണ്. ഈ ഒരു പൂജയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മളൊക്കെ മുജ്ജന്മങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ മുജ്ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ച കർമ്മഫലങ്ങളിൽ ദുഷ്കർമ്മങ്ങളാണ് സത്കർമ്മത്തേക്കാൾ അധികരിച്ചു നിൽക്കുന്നതെങ്കിൽ അത് ആദിവ്യാധികൾക്കും ദുരിതങ്ങൾക്കും അതുപോലെ തന്നെ ധന ആഗമനത്തിനുള്ള തടസ്സവുമായിട്ട് മാറും എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ ഈ സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജയിലൂടെ പടിപടിയായി നമുക്ക് വന്നു ചേർന്നിട്ടുള്ള ഈ ദുഃഖങ്ങൾ അല്ലെങ്കിൽ ഈ ദുരിതങ്ങൾ, മുജ്ജന്മത്തിൽ നമ്മൾ ആർജിച്ച കർമ്മഫലങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള ഈ ദുഷ്കർമ്മങ്ങളിലൂടെ ആർജിച്ചിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയെല്ലാം പടിപടിയായി കുറച്ച് കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ ചൈതന്യപ്രവാഹം അനുസ്യൂതമായി നമുക്കും നമ്മുടെ തലമുറകളിലേക്കും പകർന്നു നൽകുന്ന ഒരു പൂജയാണ്. അപ്പോൾ ഈ ജൂൺ 8-ാം തീയതി നമ്മുടെ ഈ പൂജ, അതിന് 6 ദിവസം മുൻപ് തന്നെ 2-ാം തീയതി മുതൽ നമ്മുടെ ക്ഷേത്രത്തിൽ അവരുടെ പേരിലും നാളിലും ഭാഗ്യസൂക്തവും ഔഷധ സൂക്തവും അർച്ചനയുണ്ടാവും. അപ്പോൾ അതിന് ശേഷമാണ് 8-ാം തീയതി രാവിലെ നമുക്ക് അന്ന് 9:30 തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിലെ ആചാര്യന്മാർ ഔഷധ സൂക്തം ജപിക്കും. അപ്പോൾ ആ സമയത്ത് ധാരാളം ആളുകൾ നേരിട്ട് പങ്കെടുക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ആളുകൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ 2-ാം തീയതി മുതൽ നമ്മുടെ ക്ഷേത്രത്തിൽ ഔഷധ സൂക്തവും ഭാഗ്യസൂക്തവും അർച്ചന നടക്കുന്ന ദിവസം മുതൽ നമ്മൾ പറ്റുമെങ്കിൽ ഓൺലൈനായിട്ട് നടത്തുന്ന പൂജയിൽ പങ്കെടുക്കുന്നവരായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ആ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ധാരാളം അനുഭവങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിലെ ആചാര്യന്മാർ ഇവിടെ ഔഷധ സൂക്തം ജപിക്കുന്നത് ജൂൺ 8-ാം തീയതിയാണ്. പക്ഷേ അതിന് മുൻപ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2-ാം തീയതി മുതൽ ഇവിടെ ഭാഗ്യസൂക്തം ഔഷധ സൂക്ത അർച്ചന ആരംഭിക്കുമ്പോൾ അവരവരുടെ ഇടങ്ങളിൽ പറ്റുമെങ്കിൽ ആ ഒരു ഒരാഴ്ചക്കാലം മാംസാഹാരം ഒഴിവാക്കിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ള അവസരമാണ്. നമ്മളേത് ആഗ്രഹം സാധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ രോഗങ്ങൾ ശമിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പൂജയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ മനസ്സ് നിറഞ്ഞൊരു പ്രാർത്ഥന ഭഗവാനോട് ഉണ്ടാവണം. ഏതാഗ്രഹത്തോടു കൂടിയാണോ ഈ ഒരു ഞാൻ ഇത്തവണ ഈ പൂജയിൽ പങ്കെടുക്കുന്നത്, ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരണം എന്നൊരു പ്രാർത്ഥന ഭഗവാന് സമർപ്പിക്കാം. സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജ ജൂൺ 8-നാണ്. നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനുള്ള ഡേറ്റ് ജൂൺ 1-ാം തീയതി വരെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.